നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് SIR നടപ്പാവുകയാണ്. അതിൻ്റെ ഭാഗമായി ആ പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കാണിക്കുന്നതിനായി, മനസ്സിലാക്കുന്നതിനായി, രേഖകൾ ചേർക്കുന്നതിനായി SIRൻ്റെ പ്രതിനിധികൾ നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നു. പലപ്പോഴും സംഭവിക്കുക, ഇത്തരം ആളുകൾ വരുന്ന സമയത്ത് വീട്ടിൽ ആളില്ല, രേഖകളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ മടക്കാറുണ്ട്. ഇത് അത്തരത്തിൽ അലംഭാവം കാണിക്കരുത്, ജാഗ്രതയുണ്ടാവണം. രാജ്യത്ത് ഒരു പദ്ധതി വരുമ്പോൾ അതിനു കൂടെ സഹകരിക്കുകയും അത് കൃത്യമായി രേഖകൾ ക്ലിയർ ആക്കുകയുമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഈ വരുന്ന നവംബർ 4 മുതൽ അവർ നമ്മുടെ വീടുകളിലേക്ക് വരും. നമ്മുടെ BLOമാർ അതിൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള മുഴുവൻ ആളുകളുടെയും രേഖകൾ കൃത്യമായി അവരുടെ മുമ്പിൽ ഹാജരാക്കുകയും നമ്മുടെ തിരഞ്ഞെടുപ്പ് രേഖകളിലേക്ക് നമ്മൾ എത്തിക്കുകയുമാണ് ഉണ്ടാവേണ്ടത്. കാരണം ഇത് പിന്നീട് നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായേക്കാം. അത് ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ ജാഗ്രത പുലർത്തണം. പുതുതലമുറയോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. രാഷ്ട്രീയത്തോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടായേക്കാം, പക്ഷേ അത് ഇതിൽ നിന്ന് മാറി നിൽക്കലല്ല നിങ്ങൾക്ക് വേണ്ടത്. കൃത്യമായ രേഖകൾ ഇതിൽ ഹാജരാക്കിയിരിക്കണം. പ്രിയപ്പെട്ട പ്രവാസികൾ, വിദ്യാർത്ഥികൾ, മുഴുവൻ ആളുകളും നിങ്ങൾ വീട്ടിലില്ലെങ്കിലും നിങ്ങളുടെ രേഖകൾ കൃത്യമായി അവർക്ക് മുമ്പിൽ ഹാജരാക്കുകയും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥർക്ക് മുമ്പിലേക്ക് നിങ്ങൾക്ക് കൃത്യമായി രേഖകൾ ഹാജരാക്കിക്കൊണ്ട് നിങ്ങളുടെ രേഖയിൽ പറയപ്പെട്ട പേരുകൾ അതിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അങ്ങനെയായിരിക്കണം നിങ്ങൾ ഇതിനെ നേരിടേണ്ടത്. അല്ലാതെ മാറി നിൽക്കരുത്. കാരണം വിരക്തി ഉണ്ടാവരുത്. ഒരിക്കലും തന്നെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് എതിർപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം രേഖകൾ ഹാജരാക്കാൻ നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഇത് രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകമായ പദ്ധതിയാണ്. ഈ പദ്ധതിയുമായി സഹകരിച്ചു കൊണ്ടുപോവുക. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തുക. ഇവർക്ക് മുമ്പിൽ നമ്മൾ വ്യത്യസ്ത രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത്. അതിനായി നമ്മൾ പാസ്പോർട്ട് നമുക്ക് ഉപയോഗിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഉപയോഗിക്കാം, SSLC ബുക്കുകൾ ഉപയോഗിക്കാം, ജനന സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗിക്കാം, പെൻഷൻ ഉടമസ്ഥയുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, താമസ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ നിലവിലുള്ള ആധാർ കാർഡ് നമുക്ക് ഉപയോഗിക്കാം, ഒപ്പം തന്നെ നമ്മുടെ ഇലക്ഷൻ ID കാർഡ് നമുക്ക് ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള മുഴുവൻ രേഖകളും നമ്മൾ 1 by 1 ആയി നമ്മുടെ ഓരോ വീട്ടിലെ കുട്ടികളുടെയും നമ്മുടെ പരിപൂർണമായ വിവരങ്ങളൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളാവട്ടെ, നമ്മുടെ പ്രായമായവരാവട്ടെ, വിദേശത്തുള്ളവരാവട്ടെ, അവിടെ എല്ലാം രേഖകൾ കൃത്യമായി നമ്മുടെ വീടുകളിൽ നമ്മൾ സുരക്ഷിതമാക്കി കോപ്പി എടുത്ത് വെക്കുക. അവർ വരുന്ന സമയത്ത് കൃത്യതയോടെ കാണിക്കുക. കൃത്യമായിട്ട് നമ്മുടെ പേരുകൾ അവരുടെ ആ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തുക. എല്ലാവർക്കും നല്ല നമസ്കാരം. ജയ് ഹിന്ദ്.